സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇന്നത്തെ ചോദ്യം എന്താ വെച്ചാൽ, ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നില്ല. അതിൽ ഡിലേ വരുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. അതിൽ ഫസ്റ്റ് കാർഡ്, അതിനുള്ള കാർഡ് 9 ഓഫ് സോഴ്സാണ്. ഇവിടെ പറയണത് എന്തിനോ പാസ്റ്റിലെ കാര്യങ്ങളുണ്ടായ അമിതമായ ഉത്കണ്ഠയും ഭയവും കാരണം കൊണ്ടാണ് ഈ മാറ്റങ്ങളെ വരുത്താൻ വേണ്ടി സാധിക്കാത്തത്. അതാണ് അവിടെ ഡിലേ വരാൻ കാരണം. അമിതമായ ഭയവും ഉത്കണ്ഠയും, പാസ്റ്റിൽ എന്തുകൊണ്ടായ സംഭവത്തിനെ കുറിച്ചുണ്ടായ പഴയ ഒരു സംഭവത്തിന് മേലുണ്ടായിട്ടുള്ള ഭയവും ആങ്സൈറ്റിയും കാരണം ആക്ഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നു. ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ തോന്നലായിരിക്കാം. അപ്പോൾ എന്താണ് അതിന് കാരണം ചോദിച്ചപ്പോൾ അത് ഹൈ പ്രീസ്റ്റസ് എന്നുള്ള കാർഡാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപുരോഹിത, മേജർ ആർക്കന കാർഡാണ്. അതിൽ ഇൻഡ്യൂട്ടീവാണ്, സ്പിരിച്വലി എൻലൈറ്റൻമെൻറ്റിൻ്റെ ആളാണ്. പക്ഷേ ഇവിടെ സീക്രസി എന്നുള്ളൊരർത്ഥമുണ്ട്. അതായത് വെളിപ്പെടുത്താനാവാത്ത എന്തോ ഒരു രഹസ്യം. അതാണ് ഇയാളിൽ ഭയവും ആങ്സൈറ്റിയും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇയാളെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് വരിക? അടുത്ത കാർഡ് അത് സൺ എന്നുള്ള കാർഡാണ്. സൺ എന്നുള്ള കാർഡ് മേജർ ആർക്കാന കാർഡാണ്. നമ്പർ 1 ആണ്. ലീഡർഷിപ്പിൻ്റെ കാർഡാണ്. ഇപ്പോൾ കാര്യങ്ങൾ സ്ട്രഗിളിങ് പീരീഡിലാണെങ്കിൽ കാര്യങ്ങൾ ബെറ്റർ ആവാൻ പോവാണ്. പുതിയ തുടക്കങ്ങളിൽ, പുതിയ കരിയർ അവസരങ്ങൾ, പുതിയ തുടക്കങ്ങൾ, പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഉണ്ടാവണം, സക്സസ് ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം. സ്ഥലം വിൽപ്പന, സ്ഥലം വാങ്ങാൻ, പുതിയ സംരംഭങ്ങൾക്കൊക്കെ വളരെ നല്ല സമയമാണ്. ലീഡർഷിപ്പിൻ്റെ കാർഡാണ്, ഗുഡ് ഹെൽത്തിൻ്റെ കാർഡുമാണ്. അപ്പോൾ അതിനുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളതാണ് ലാസ്റ്റ് കാർഡ് നോക്കുമ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ പുതിയ സ്കില്ല് നമ്മൾ നേടണം, അതിനുള്ള എഡ്യൂക്കേഷൻ നേടണം. ഇവിടെ ഈ കാർഡിൽ മറ്റുള്ളവരെ വർക്ക് പഠിപ്പിക്കുന്നതാണ് കാണുന്നത്, അപ്രൻറ്റീസായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ ഒരു ചെറിയൊരു സാലറി ഉണ്ടാവും. 3 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ ചെറിയൊരു സാലറി. അതിനോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നേടുക, പുതിയ സ്കില്ലാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക. അതിനുശേഷം പുതിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സും നേട്ടങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.